നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി ഈ വ്യക്തി തെറ്റിദ്ധാരണകളുടെയും സംശയങ്ങളുടെയും ചിന്തകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ എനർജിയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഊർജത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി പ്രപഞ്ചശക്തി തന്നെ നേരിട്ട് വന്നുകൊണ്ട് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തിരിച്ചറിവുകൾ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലും നിങ്ങളുമായി പുതിയ ഒരു സ്നേഹബന്ധത്തിലേക്ക് രൂപപ്പെടുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളും അതുപോലെ മനസ്സിൽ ചേരാത്ത അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻസും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് തെറ്റിദ്ധാരണകളെ കുറിച്ചും അതുപോലെ തന്നെ തെറ്റായ ചിന്താഗതികളെ കുറിച്ചും തന്നെയാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് നിങ്ങളുമായിട്ടുള്ള സന്തോഷകരമായ നിമിഷങ്ങളാണ്. ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പഴയതിനെക്കാട്ടിലും വീണ്ടെടുക്കാൻ, ശക്തി ആർജിച്ചുകൊണ്ട് വീണ്ടെടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളല്ലാതെ മറ്റാരുമായി മുന്നോട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളെ വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. മറ്റുള്ളവർ കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വേണ്ട എന്നുള്ള രീതിയായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതോടുകൂടി നിങ്ങളുടെ പ്രാധാന്യം മാത്രം മതി എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി എല്ലാ തരത്തിലും നിങ്ങളിൽ നിന്നും പുറത്തേക്ക് വരാൻ ശ്രമിച്ച ഒരു വ്യക്തിയും കൂടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ ഒരിക്കലും വേണ്ടാന്ന് വെക്കാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഈ വ്യക്തിയോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ മനോഹരമായ കാലഘട്ടത്തെക്കുറിച്ച് ഈ വ്യക്തി എപ്പോഴും ചിന്തിക്കാറുണ്ട്. അന്നെല്ലാം വളരെ ഐശ്വര്യവും അനുഗ്രഹവും നിറഞ്ഞ ഒരു ജീവിതം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്താനോ നിങ്ങളെ വേണ്ടാന്ന് വെക്കാനോ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പക്ഷെ ഏതൊരു സാഹചര്യത്തിൽ ഇവിടെ മറ്റു പല ശത്രുക്കൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മറ്റു പല ശത്രുക്കൾ ഇവിടെ പല രീതിയിൽ വരികയും അവർ പലതരത്തിലും മാനിപ്പുലേഷൻസ് നടത്തുകയും നിങ്ങളുടെ വ്യക്തിയെ മുഴുവനുമായിട്ട് തന്നെ നിങ്ങളിൽ നിന്നും അകറ്റുന്ന രീതിയിലുള്ള ചില സന്ദർഭങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സന്ദർഭങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു പക്വത ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ ഏറ്റവും വലിയൊരു പരാജയമായി കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം തെറ്റിദ്ധാരണകളിലേക്കും അല്ലെങ്കിൽ അത്തരം ചിന്താഗതികളിലേക്കും പോയത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുമായി ഒരു സന്തോഷകരമായ ഒരു നിമിഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. നിങ്ങളുമായി സന്തോഷത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ അവിടെ എത്രയും പെട്ടെന്ന് തന്നെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ വ്യക്തി നോ കോണ്ടാക്റ്റിലേക്ക് പോയതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തി പല വിധത്തിലും നിങ്ങളോട് ഇപ്പോൾ കൂടിച്ചേരുവാൻ നോക്കുന്നുണ്ട്. നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കുവാനും നിങ്ങളുടെ മനസ്സറിയുവാനും ഒക്കെ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിക്ക് മഹത്വകരമായിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ അത്രയും ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ ക്ഷമ തന്നെയാണ്. നിങ്ങൾ എത്രമാത്രം ക്ഷമയുള്ള വ്യക്തികളാണ്, നിങ്ങൾ എത്രമാത്രം നല്ലവരാണെന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ്. ഈ വ്യക്തി എന്തൊക്കെ ചെയ്തിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടും നിങ്ങളോട് ദേഷ്യം കാണിച്ചിട്ടൊക്കെയും നിങ്ങൾ വീണ്ടും വീണ്ടും ഈ വ്യക്തിയുടെ പുറകിലേക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിയെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാനാകുന്നുണ്ട്. അപ്പോൾ അതിശയിപ്പിക്കുന്ന ഒരു രീതി തന്നെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ വ്യക്തി വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ കുറിച്ച് പോസിറ്റീവായി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ ഈ വ്യക്തിക്ക് പലപ്പോഴും വളരെയധികം അതിശയവും അതുപോലെ അകമഴിഞ്ഞ സന്തോഷവുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
കാരണം എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകുന്നില്ല എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് അഭിമാനപൂർവമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലുള്ള കൃത്യമായ പ്ലാനിങ്ങും പദ്ധതികളും ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. കാര്യങ്ങളെല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സന്തോഷകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുകയാണ്. സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി കാത്തിരിക്കുകയാണ്. സമ്പത്ത് പല വിധത്തിലും ഈ വ്യക്തിക്ക് ലഭിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ വളരെ കോൺഫിഡന്റ് ആയിട്ടും ആത്മവിശ്വാസത്തോടെയുമാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു നെഗറ്റിവിറ്റി കാരണം ഈ വ്യക്തി ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു നഗ്ന സത്യം തന്നെയാണ്. അത് മാത്രമല്ല, നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ പലതും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അട്രാക്റ്റീവായി വന്നിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളുമായിട്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണെങ്കിൽ പോലും അവിടെ ശത്രുക്കളുടെ കടന്നാക്രമണം അല്ലെങ്കിൽ ശത്രുക്കൾ കടന്നു കയറിക്കൊണ്ട് തെറ്റിദ്ധാരണകളും ഒരുപാട് തെറ്റായ ചിന്തകളും ഒക്കെ ഈ വ്യക്തിക്ക് കൊടുക്കുക, അത് വിശ്വസിച്ചുകൊണ്ട് ഈ വ്യക്തി മുന്നോട്ട് പോവുക, അങ്ങനെയൊക്കെയായിരുന്നു ഈ വ്യക്തി ചെയ്തിരുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഉയർന്നു വരാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുമ്പോഴും സത്യസന്ധമായി ചിന്തിക്കുമ്പോഴും അപ്പോൾ തന്നെ തെറ്റിദ്ധാരണകൾ വരുന്ന രീതിയിൽ ശത്രുക്കൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഓരോ കാര്യങ്ങളും പറയുകയും ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത്തരം സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഈ വ്യക്തി നല്ലോണം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു സത്യം കൂടിയാണ്. ഈ വ്യക്തിക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ മതി എന്നുള്ളത് തന്നെയാണ്. ആദ്യത്തേതുപോലെ ഒരു മോശപ്പെട്ട സാഹചര്യത്തിൽ നിൽക്കാനോ അത്തരം മാനസികാവസ്ഥയിൽ നിൽക്കാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി, മനഃശക്തിയോടെയും കരുത്തോടു കൂടിയും ഇച്ഛാശക്തിയോടു കൂടിയും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തോടെ മുന്നേറാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വ്യക്തിക്കുള്ള അടിയുറച്ച ഒരു കാര്യം തന്നെയാണ്. ആ ഒരു വിശ്വാസം എവിടെയും തെറ്റിപ്പോവുകയില്ല. പക്ഷെ ശത്രുക്കളുടെ കടന്നാക്രമണം കാരണം ഏതൊരു സാഹചര്യത്തിൽ ഈ വ്യക്തിയുടെ വിശ്വാസങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കോലിളക്കം സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കാത്ത ഒരു സത്യം കൂടിയാണ്. അതുകൊണ്ട് ഈ വ്യക്തി പലപ്പോഴും നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ട്, നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. നിങ്ങളുമായി ഒരുമിച്ചുള്ള നിമിഷങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാതെയും അല്ലെങ്കിൽ അംഗീകരിക്കാതെയും ഈ വ്യക്തി നിന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ വ്യക്തി മനസ്സിരുത്തി ഇപ്പോൾ ആലോചിക്കുകയാണ്, തനിക്ക് എവിടെയാണ് തെറ്റിത്തുടങ്ങിയത്, തനിക്ക് എവിടെയാണ് കാലുകൾ തെറ്റിത്തുടങ്ങിയത്, അല്ലെങ്കിൽ തന്റെ ചിന്താഗതികൾക്ക് എവിടെയാണ് തെറ്റുകൾ സംഭവിച്ചു തുടങ്ങിയത്, തെറ്റിദ്ധാരണകൾ ഉണ്ടായി തുടങ്ങിയത് എന്നിവയെ കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള പല ഉത്തരങ്ങളും ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായി കൂടി ചേരുവാൻ മാത്രമാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വേണ്ടാന്ന് വെക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം വെറുതെയാണ് എന്ന് പറയാനോ ഒന്നും തന്നെ ഈ വ്യക്തിക്കില്ല. കാരണം നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഈ വ്യക്തിക്ക് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിക്ക് ഒരു ന്യായീകരണവും പറയാനില്ല. കാരണം ഈ നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഈ വ്യക്തി ഇന്നും വളരെ വളരെ പക്വതയോട് കൂടിയും അതുപോലെ കടപ്പാടോട് കൂടിയുമാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ശത്രുക്കളുടെ കാപട്യ മുഖം ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വായന ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.